ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ആയത്തുള്ള അലി ഖമനിയുടെ വിലാപയാത്ര ഇന്ന്. കനത്ത സുരക്ഷയിൽ ഇറാൻ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങിന്റെ ഭാഗമായി ടെഹ്റാനിലൂടെയുള്ള വിലാപയാത്ര ഇന്ന് നടക്കും. ഇമാം ഹുസൈൻ സ്ക്വയറിൽ നിന്നും ആസാദി സ്ക്വയറിലേക്കാണ് വിലാപയാത്ര. കനത്ത സുരക്ഷയിലാണ് ഇറാൻ. വ്യോമാതിർത്തി ഇന്ന് പൂർണ്ണമായും അടച്ചിടും. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റം എംപവേർഡ് കമ്മിറ്റി എപ്പോൾ? തുടർ നടപടികൾ ആരംഭിക്കാനാകാതെ സർക്കാർ. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ തുടർ നടപടികൾ ആരംഭിക്കാനാകാതെ സർക്കാർ. ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകുന്നത് പരിശോധിക്കുവാൻ പ്രഖ്യാപിച്ച എംപവേർഡ് കമ്മിറ്റി എപ്പോൾ ചേരുമെന്നത് സംബന്ധിച്ച് ഇനിയും തീരുമാനം ആയിട്ടില്ല. വിവാദം കത്തിപ്പടരുമ്പോഴും എംപവേർഡ് കമ്മിറ്റിയുടെ യോഗം വിളിക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വ്യക്തതയില്ല. സർക്കാർ പ്രഖ്യാപിച്ച എംപവേർഡ് കമ്മിറ്റി അംഗങ്ങളെ സംബന്ധിച്ചും വിവാദം ഉയരുന്നു. മുഖ്യമന്ത്രി, തുറമുഖ മന്ത്രി, ധനമന്ത്രി, ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറിമാർ, വിഴിഞ്ഞം MD തുടങ്ങിയവരാണ് എംപവേർഡ് കമ്മിറ്റി അംഗങ്ങൾ. തുറമുഖ ധനവകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണ് എംപവേർഡ് കമ്മിറ്റിയിലെ അവസാന വാക്ക് എന്നാണ് ആരോപണം. KSRTC ബസ്സിൽ യുവതിയോട് അപമര്യാദയായി പെരുമാറി. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി പോലീസ്. KSRTC ബസ്സിൽ യുവതിയോട് അപമര്യാദയായി പെരുമാറിയ പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ്. തൃശൂർ കുന്നംകുളം പോലീസാണ് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. തൃശൂരിലേക്ക് പോകുന്ന KSRTC ബസ്സിലാണ് യുവതി അതിക്രമത്തിന് ഇരയായത്. ജൂൺ 29 വൈകുന്നേരമാണ് സംഭവം നടന്നത്. ഇയാൾ ഉപദ്രവിച്ചയുടൻ യുവതി ബഹളം വെച്ചുവെങ്കിലും ഇയാൾ ഉടനടി ബസ്സിൽ നിന്നും ഇറങ്ങി മറ്റൊരു ബസ്സിലേക്ക് കയറുകയായിരുന്നു. ആ സമയത്തുള്ള CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ടു പോകുന്നതിനിടെയാണ് പോലീസ് പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. പ്രണയത്തിന് എന്ത് അതിർത്തി? പെൺ സുഹൃത്തിനെ കാണുവാൻ അതിർത്തി കടന്നെത്തിയ പാക് അധീന കശ്മീർ സ്വദേശിയെ തിരിച്ചയച്ച ഇന്ത്യ. പെൺ സുഹൃത്തിനെ കാണുവാൻ അതിർത്തി കടന്നെത്തിയ പാക് അധീന കശ്മീർ സ്വദേശിയെ ഇന്ത്യ തിരിച്ചു. മെയ് മാസം 31-നാണ് ഉറി സെക്ടർ സ്വദേശി സീഷാൻ അഹമ്മദ് മിർ നിയന്ത്രണ രേഖ കടന്നത്. നുഴഞ്ഞുകയറ്റ ശ്രമം എന്ന് കരുതിയ സെലിക്കോട്ട് ഗ്രാമത്തിൽ വെച്ച് ഇയാളെ സേന പിടികൂടി. സേനയ്ക്കും ഗ്രാമവാസികൾക്കും മാത്രം പ്രവേശനമുള്ള ഗ്രാമമാണ് സെലിക്കോട്ട്. പ്രാഥമിക അന്വേഷണത്തിൽ ഇറാം മജീദ് എന്ന സ്നാപ്ചാറ്റിലൂടെ പരിചയപ്പെട്ട പെൺ സുഹൃത്തിനെ കാണുവാനാണ് ഇയാൾ അതിർത്തി കടന്നത് എന്ന് സേനയ്ക്ക് മനസ്സിലായി. ഇതോടെ നിയമ നടപടികൾക്കായി സീഷാനെ സേന ബാരാമുള്ള പോലീസിന് കൈമാറി. അന്വേഷണം പൂർത്തിയാക്കി പോലീസ് സമർപ്പിച്ച കുറ്റപത്രം 3 ദിവസം മുൻപ് കോടതി അംഗീകരിച്ച് കേസ് അവസാനിപ്പിച്ചു. സീഷാനെ മടക്കി അയക്കുവാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നലെയാണ് അതിർത്തി കടത്തിയത്. രേഖകളില്ലാതെ അതിർത്തി കടന്നാലുള്ള പ്രത്യാഘാതങ്ങളും പറഞ്ഞു മനസ്സിലാക്കിയാണ് ഇയാളെ വിട്ടയച്ചത്. സ്വത്ത് തർക്കം. കോഴിക്കോട് മദ്യലഹരിയിൽ യുവാവ് സഹോദരനെ വെട്ടിക്കൊന്നു. കോഴിക്കോട് കൊടുവള്ളിയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരനെ വെട്ടിക്കൊലപ്പെടുത്തി. കൊടുവള്ളി വലിയമ്പറമ്പ് സ്വദേശിയായ പ്രസാദാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സഹോദരൻ പ്രമോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശനിയാഴ്ച രാത്രി 10:30യോടെയായിരുന്നു കൊലപാതകം. ഇരുവരും ഒരേ വീട്ടിലായിരുന്നു താമസം. സ്വത്ത് സംബന്ധിച്ച് കൊല്ലപ്പെട്ട പ്രസാദും പ്രമോദും തമ്മിൽ ദീർഘനാളായി തർക്കം നിലനിന്നിരുന്നു. ഇതു സംബന്ധിച്ച് ഇവർ കോടതിയെ സമീപിക്കുകയും ഉത്തരവ് നിലനിൽക്കുകയും ചെയ്തിരുന്നു. എങ്കിലും തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടിരുന്നില്ല. ഇന്നലെ രാത്രി മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്കേറ്റമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിൽ. ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിച്ചു. ലോകകപ്പ് വേദിയിൽ നോർവേക്ക് മുൻപിൽ ബ്രസീലിന് വീണ്ടും അടിതെറ്റി. 28 വർഷം മുൻപ് കണ്ടതിന്റെ തനിയാവർത്തനം. 1-നെതിരെ 2 ഗോളുകൾക്ക് തോറ്റു. വരാനിരിക്കുന്നതിന്റെ ദൃഷ്ടാന്തങ്ങൾ മത്സരത്തിന്റെ തുടക്കത്തിലേ കണ്ടതാണ്. 3-ാം മിനിറ്റിൽ ബ്രസീലിന്റെ വല നോർവേ കുലുക്കിയെങ്കിലും ഓഫ് സൈഡിൽ രക്ഷപ്പെട്ടു. 10-ാം മിനിറ്റിൽ മുൻപിലെത്തുവാൻ കിട്ടിയത് സുവർണാവസരം. കുഞ്ഞിയെ ഫൗൾ ചെയ്തതിന് ലഭിച്ച പെനാൽറ്റി ഗുമറൈസിന് ലക്ഷ്യത്തിലെത്തിക്കുവാൻ ആയില്ല. അവിടം മുതൽ ബ്രസീലിന്റെ വില്ലനായത് നോർവേ ഗോൾ കീപ്പർ നീലൻഡ്. ഗോളിനായി ബ്രസീൽ നിരന്തര ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. 2-ാം പകുതി ഇരു ടീമുകളും പതിഞ്ഞ തുടക്കം. പകരക്കാരനായി എത്തിയ എൻട്രിക്ക് ഗോൾ കീപ്പർ മാത്രം മുൻപിൽ നിൽക്കെ പന്ത് പുറത്തേക്കടിച്ചു. 79-ാം മിനിറ്റ് അതുവരെ ബ്രസീലിയൻ പ്രതിരോധം വിടാതെ പിന്തുടർന്ന എർലിൻ ഹാലൻഡ്
ആ പൂട്ട് പൊട്ടിച്ച് സുന്ദരമായ ഹെഡറിലൂടെ നോർവയെ മുന്നിലെത്തിച്ചു. കളിയുടെ നിശ്ചിത സമയത്തിന്റെ അവസാനത്തിൽ പ്രതിരോധത്തിന്റെ പിഴവിലൂടെ ഹാർലിംഗിന്റെ രണ്ടാം പ്രഹരം, ബ്രസീലിന്റെ പതനം. കണ്ണീരോടെ സുൽത്താന്റെ പടിയിറക്കം. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും നെയ്മർ വിരമിച്ചു. ഞാൻ ശ്രമിച്ചു, തീവ്രമായും ശ്രമിച്ചു. ആദ്യമായി മഞ്ഞക്കുപ്പായത്തിൽ പന്ത് തട്ടിയത് ഈ മൈതാനത്താണ്. ഇവിടെ വെച്ച് തന്നെ എല്ലാം അവസാനിപ്പിക്കുന്നു. അവൻ തോറ്റുമടങ്ങിയത് നോർവേയോടല്ല, എത്ര ക്രൂശിച്ചിട്ടും മതിയാകാത്ത ഫുട്ബോൾ ദൈവങ്ങളോട്. ലോക ഫുട്ബോളിന്റെ മിശിഹായായി ഒരുവനും രാജാവായി മറ്റൊരുവനും വാണിരുന്ന കാലം. അന്ന് അവരോടൊപ്പം സുൽത്താനായി അവനെയും ഫുട്ബോൾ ലോകം പ്രതിഷ്ഠിച്ചതാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.